ഇപ്പോൾ നമ്മുടെ കൂടെ മാധ്യമപ്രവർത്തകൻ എം പ്രശാന്ത് കൂടി തത്സമയം ചേരുന്നുണ്ട്. ശ്രീ എം പ്രശാന്ത്, നിലവിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ NDAക്ക് തന്നെയാണ് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നത്. ടൈംസ് നൗ അതുപോലെ തന്നെ പീപ്പിൾസ് പൾസ് മാട്രിക്സ് എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 3 അക്കം കടന്നിട്ടുണ്ട്. എല്ലാത്തിലും തന്നെ 147 മുതൽ 167 വരെ സീറ്റുകൾ ലഭ്യമാകുമെന്നതുൾപ്പെടെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും തന്നെയില്ല, ഒരു ഭരണ തുടർച്ച തന്നെയാണ് ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ്. നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുമ്പ് പലപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങൾ പാളിപ്പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ഉദാഹരണമാണ്. അന്ന് NDA മുന്നണിക്ക് വലിയ ഭൂരിപക്ഷമാണ് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥ ഫലം വന്നപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരു ഹരിയാന അസംബ്ലി ഇലക്ഷനിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവിടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിരുദ്ധമായാണ് യഥാർത്ഥ ഫലം വന്നത്. എന്തായാലും 2 ദിവസം കൂടി കാത്തിരുന്നാൽ ബീഹാറിലെ യഥാർത്ഥ ജനവിധി എന്തെന്ന് നമുക്കറിയാം. എന്തായാലും ബീഹാറിലെ ഒരു ചൂടുപിടിച്ച ഇലക്ഷനാണ് ഇത്തവണ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇരു മുന്നണികളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വേണ്ടത്ര പ്രചാരണത്തിലുള്ള സമയം ഇരു മുന്നണികൾക്കും കിട്ടിയിട്ടില്ല എന്നൊരു കുറവ് മാത്രമേ ബീഹാറിൽ കണ്ടുള്ളൂ. എന്നാൽ ഒരു തുല്യശക്തികളുടെ പോരാട്ടമായി തന്നെയാണ് ബീഹാർ മുന്നോട്ട് പോയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന പോലെ ഒരു കടുത്ത മത്സരമാണ് ബീഹാറിൽ നടന്നത്. ഒരു നേരിയ വിജയമാണ് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDAക്ക് നേടാനായത്. അത് യഥാർത്ഥ ജനവിധിയെ പ്രതിഫലിപ്പിക്കുന്നതല്ല എന്ന തരത്തിലും ഈ പറയുന്ന വോട്ടർ ക്രമക്കേടുകളടക്കമുള്ള ആരോപണങ്ങളും ആ ഘട്ടത്തിലും ഉയർന്നിരുന്നു. ഇപ്പോഴും അതേ ആക്ഷേപങ്ങൾ പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബീഹാർ ഇലക്ഷനിലേക്ക് പോയതും ഇന്നിപ്പോൾ കൗണ്ടിംഗ് പൂർത്തിയാക്കി 2 ദിവസത്തിനകം റിസൾട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ റിസൾട്ട് വരാനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഒരു കടുത്ത മത്സരം അവിടെ നടന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഒരു ഏകപക്ഷീയമായ വിജയം NDAക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. തൊഴിലില്ലായ്മ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുല്യശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷെ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായി താഴെത്തട്ടിൽ നിലനിന്നിട്ടുണ്ട്. അത് ബീഹാറിൽ ഉള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന തൊഴിലില്ലായ്മ മാത്രമല്ല, ഇത്രനാൾ ഭരണ തുടർച്ചയിൽ നിതീഷിരിക്കുന്നു. അപ്പൊ അത് സ്വാഭാവികമായി സൃഷ്ടിക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒപ്പം അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, അത് ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഒക്കെ തന്നെ അതീവ ദാരിദ്ര്യമായ ഒരു സ്ഥിതി ഇപ്പോഴും ബീഹാറിൽ തുടരുകയാണ്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിലൂടെ ബീഹാർ വലിയ കുതിപ്പ് നേടുമെന്നാണ് ഇക്കാലം അത്രയും NDA പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ നിലയിലുള്ള ഒരു കുതിപ്പൊന്നും ബീഹാറിൽ എവിടെയും ഇപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിദാരിദ്ര്യം വലിയ തോതിൽ ബീഹാറിൽ തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങൾ അസ്വസ്ഥരായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒപ്പം തന്നെ നിതീഷ് കുമാർ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ ഇലക്ഷനുകൾ ജയിക്കാൻ വളരെ തന്ത്രപൂർവ്വം നീങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഈ ഇലക്ഷൻ തൊട്ടുമുമ്പും അതിനുള്ള ചില ചൂടുവെപ്പുകൾ അദ്ദേഹം നടത്തിയിരുന്നു. അത് വനിതാ സ്ത്രീകൾക്ക് പ്രതിമാസം 10,000 രൂപ വരെ നൽകുന്ന പദ്ധതി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വനിതാ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒരു വലിയ നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മദ്യനിരോധനം. അപ്പൊ ഇതൊക്കെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയൊരു സ്വാധീനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പൊതുവിൽ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ സ്ത്രീ വോട്ടർമാർ ഈ പറയുന്ന നിതീഷ് അനുകൂലമായി നിലകൊള്ളുന്നു. എന്നാൽ ചെറുപ്പക്കാരടക്കം ഈ പറഞ്ഞ തൊഴിലില്ലായ്മയുടെ രൂക്ഷത അനുഭവിക്കുന്ന ജനവിഭാഗം ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആ നിലയിലാണ് ബീഹാറിന്റെ ഒരു മനസ്സ് നിലനിൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ ബീഹാറിന്റെ വിധി നിർണ്ണയിക്കുന്ന മറ്റു ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ പുതിയൊരു പാർട്ടിയുടെ രംഗപ്രവേശനമാണ്. പ്രശാന്ത് കിഷോറിന്റെ ജനസുരാജ് എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. അതൊരു BJP ഒരു ബി ടീം എന്ന നിലയിൽ BJP പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ജനസുരാജ് പാർട്ടി. കാരണം ഭരണവിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് പ്രശാന്ത് കിഷോറിന്റെ രംഗപ്രവേശം എന്ന തരത്തിൽ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രശാന്ത് കിഷോറും ജനസുരാജ് പാർട്ടിയും എത്ര വോട്ടുകൾ പിടിക്കും എന്നത് ബീഹാറിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ വലിയ അതെ, അത് തന്നെയാണ് അറിയേണ്ടത്. ജനസുരാജ് പാർട്ടി എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളത് അത് എത്രത്തോളം നിർണായകമാകും പ്രശാന്ത് ഈ വിഷയത്തിൽ? തീർച്ചയായും. കാരണം ജനസുരാജ് പാർട്ടി പ്രതീക്ഷക്കപ്പുറമുള്ള ഒരു വോട്ടുകൾ പിടിച്ചാൽ അത് സ്വാഭാവികമായും അത് ഈ പറയുന്ന ഭരണവിരുദ്ധ വോട്ടുകൾ ആവാനുള്ള സാധ്യത ഏറെയുണ്ട്. അങ്ങനെ വരുന്നത് മഹാസഖ്യത്തിന് ക്ഷീണമാവുന്ന ഒരു കാര്യമാണ്. അത് BJPക്കും NDAക്കുമാവും അത് ഗുണമാവുക. ഒപ്പം അസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ഈ പറയുന്ന സീമാഞ്ചൽ മേഖലയിൽ 28 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. ഒവൈസിയുടെ പാർട്ടി പിടിക്കുന്ന വോട്ടുകളും ഈ പറയുന്ന മഹാസഖ്യത്തെയാണ് ദോഷം ചെയ്യുക. അങ്ങനെയുള്ള ചില ഘടകങ്ങൾ ഒരു വശത്ത് നിൽക്കുകയാണ്. എന്നാൽ മറുവശത്ത് മഹാസഖ്യം കഴിഞ്ഞ ഇലക്ഷനേക്കാൾ കുറെ കൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. ചില പുതിയ കക്ഷികൾ ആ മഹാസഖ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് മുകേഷ്
സാനിയുടെ പാർട്ടിയാണ്. ഒപ്പം ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിയുമുണ്ട്. ഈ രണ്ട് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ബീഹാറിലെ അതിദുർബല ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന രണ്ട് പാർട്ടികളാണ്. അപ്പൊ ആ പാർട്ടികൾ കൊണ്ടുവരുന്ന വോട്ടുകൾ കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്കറിയാം, അത് ബീഹാറിൽ മഹാസഖ്യം പിന്നോക്കം പോയത് ഏതാനും സീറ്റുകളിൽ വളരെ ചുരുക്കം വോട്ടുകളുടെ മാത്രം വ്യത്യാസം, 4000-5000 വോട്ടുകളുടെ വ്യത്യാസമാണ് പല സീറ്റുകളും മഹാസഖ്യത്തിന് നഷ്ടമായത്. അപ്പോൾ മുകേഷ് സാനി അല്ലെങ്കിൽ VIP തുടങ്ങിയ പാർട്ടികൾ, ഈ ഇന്ത്യൻ ഇൻക്ലൂസീവ് പാർട്ടി തുടങ്ങിയ പാർട്ടികൾ ഇത്തവണ മഹാസഖ്യത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന നേരിയ വോട്ട് വ്യത്യാസം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച നേരിയ വോട്ട് വ്യത്യാസത്തെ മറികടക്കാം എന്ന പ്രതീക്ഷയാണ് മഹാസഖ്യം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മഹാസഖ്യത്തിൽ ഈ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഈ വോട്ടർ അധികാര യാത്രയും മറ്റും വലിയൊരു ഉണർവ് മഹാസഖ്യത്തിന് നൽകിയിരുന്നുവെങ്കിലും അതിന്റെ ഒരു തുടർച്ചയിലേക്ക് പോകാൻ രാഹുലിന് പിന്നീട് എത്രമാത്രം കഴിഞ്ഞു എന്ന ചോദ്യമുണ്ട്. ബീഹാർ പ്രചാരണ രംഗത്ത് അദ്ദേഹം വേണ്ടത്ര സജീവമായില്ലെന്ന ആക്ഷേപവുമുണ്ട്. അവിടെ തേജസ്വി യാദവിനെ മുൻനിർത്തിയാണ് മഹാസഖ്യം മുന്നോട്ട് നീങ്ങിയത്. കാരണം തേജസ്വി യാദവ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ തുടക്കത്തിൽ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു. അപ്പം അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മഹാസഖ്യത്തിന്റെ പ്രചാരണം ഒക്കെ തന്നെയും നീങ്ങിയത്. മറുവശത്ത് ഈ പറയുന്ന പോലെ NDAയിലുള്ള ഒരു അനൈക്യം, മോഡി പങ്കെടുത്ത ഒരു വേദിയിൽ പോലും നിതീഷ് കുമാർ എത്തിയില്ല എന്ന ഒരു വസ്തുത നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. ഒപ്പം നിതീഷാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാൻ NDAയിൽ അല്ലെ BJPയിലെ ഒരു നേതാവ് പോലും തയ്യാറായില്ല എന്നൊരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇലക്ഷന് ശേഷം ഒരു പക്ഷേ BJPക്ക് നിതീഷിനെ ആവശ്യമില്ലെങ്കിൽ അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യാനുള്ള അതിനുവേണ്ടിയാണ് ചിരാഗ് പാസ്വാനെ BJP ബോധപൂർവ്വം ബീഹാറിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് NDAയിൽ ചില അസ്വാരസ്യങ്ങൾ അത് സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ വോട്ടിംഗിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതും ബീഹാറിന്റെ അന്തിമ ഫലം വരുമ്പോൾ അത് നിശ്ചയിക്കുന്നത് നിർണായകമായ ഘടകങ്ങളാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ എം പ്രശാന്ത് പ്രതികരിച്ചതിന്. ഏതായാലും